നമ്മൾ ഇവിടെ നിന്ന് തൽക്കാലം ഇവിടെ നിന്ന് മാറണം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം. ഞാൻ പറയട്ടെ, ഇപ്പൊ 595 രൂപ ഒരു ബസ്സിന് കൊടുത്തെന്ന് പറയുമ്പോ ബുറാനെ സാറേ എന്ത് പൈസയായി? ജനാധിപത്യപരമായിട്ട് പോരാടും, അതാണ് ജനാധിപത്യപരമായിട്ട് പോരാടും എന്ന് പറയുമ്പോ ജനങ്ങളുടെ എണ്ണം കൂടും. 100-ൽ നിന്ന് 1000 ആയതുപോലെ 10,000-ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും പോകും. ആക്രമത്തിന്റെ വഴി സ്വീകരിക്കുന്നവരല്ല, ആക്രമം നടത്തിക്കഴിഞ്ഞാൽ ആർക്കാണ് നേട്ടമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മന്ദബുദ്ധികളല്ല ഈ സമരം ചെയ്യുന്ന ആളുകൾ. കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയാണ്. ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഉപകാരമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളൊന്നുമില്ല. അതുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ ആർക്കെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ അതിവിടെ വില പോവില്ല. കാരണം ഇവിടെ പാവപ്പെട്ടവന്റെ വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. കൂലിപ്പണിക്കാരനെ പോലെയുള്ള പാവപ്പെട്ടവൻ അവന്റെ വാഹനത്തിൽ എങ്ങാനും ഒന്ന് പോയി കഴിഞ്ഞാൽ അവന്റെ വാഹനത്തിൽ എങ്ങാനും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവന് നഷ്ടപ്പെട്ടു പോകുന്ന അവന്റെ ഒരു ദിവസത്തെ പ്രതിഫലത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണിത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിച്ചു നടത്തുന്ന ഈ അനീതിക്കെതിരെ ഞങ്ങൾ ആക്രമത്തിന്റെ വഴി സ്വീകരിക്കില്ല. അതാർക്കാ വേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സമരം ചെയ്യും. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ചില പോലീസ് ഉദ്യോഗസ്ഥർ, ചിലർ, എല്ലാവരും അല്ല, ചില മോശം പെരുമാറ്റം കാണിക്കുന്നുണ്ട്. അവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ മോശം പെരുമാറ്റത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിൽ നിന്നുള്ള ഒരു അറ്റാക്ക് ആയിരിക്കാം എന്ന് ഞങ്ങൾക്കറിയാം. അത്തരം ഒരു ശ്രമത്തിന് ഞങ്ങൾ നിൽക്കില്ല. നിങ്ങൾക്ക് വേണ്ടതും അതാണ്. ഞങ്ങൾ നിൽക്കണോ? ഞങ്ങൾക്ക് ജനാധിപത്യപരമായിട്ട് സമരം വിളിച്ചൂടെ? ജനകീയ സമരം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇത് മാത്രമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ആക്രമണ മുദ്രാവാക്യമില്ല. ഉദ്ദേശം വേറെയാണ്. അത് തിരിച്ചറിയും. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് പുറത്തുവിടും. എന്തിനാണ് അങ്ങനെയുള്ള നീക്കം നടക്കുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. എന്തായാലും ഇത്രയേ പറയാനുള്ളൂ. ആരും ഇവിടെയുള്ള എല്ലാവരും, ഞാൻ ഇപ്പോഴും പറയാണ്, ഈ നിൽക്കുന്ന ഒരാൾ പോലും ആക്രമണത്തിന് നിന്നിട്ടില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതും ചെയ്യാൻ പറ്റും. നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന വളരെ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശം മാനിച്ച് നമ്മൾ ഇവിടെ നിന്ന് തൽക്കാലം ഇവിടെ നിന്ന് മാറണം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം. പക്ഷെ സമരം നമ്മൾ നാളെ മുതൽ വീണ്ടും കസ്റ്റഡിയിലാണ്. മൂപ്പരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് തൽക്കാലം ഇന്ന് എല്ലാവരും പിരിഞ്ഞു പോകണം. ഇത് നാളെ വീണ്ടും തുടരാം. പുറത്തെ കൊതു ഘടിപ്പിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് ഇക്ബാലിന് വേണ്ടിയിട്ട്, പോരാട്ടത്തിന് നിന്ന് ഇക്ബാലിന് വേണ്ടിയിട്ട് നമ്മൾ പിരിയുന്നു. മറുപടിയില്ല. കൈമോഞ്ചോണ്ട് വരുന്നത് അതിന് ഒന്നാമത്തെ വിഷയം, കോടതി വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നു എന്നുള്ളത് അറിയുന്നില്ല. അതാണ് ചിന്ത. നമുക്ക് മനസ്സിലാവാത്ത ഇനിയിപ്പോ ഈ ജനങ്ങൾ എന്തായാലും ഒരുമിച്ച് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലിറങ്ങി. ഒരു AKM-MLA മാത്രം പ്രശ്നമല്ല, ഇത് ഒരു മഞ്ചേശ്വരം MLA കുമ്പളയുടെ പ്രശ്നമല്ല, ഇത് ഈ കാസർഗോഡ് പ്രശ്നമല്ല. ഈ റോഡ് യൂസ് ചെയ്യുന്ന ഓരോ യാത്രക്കാരനും പ്രശ്നമാണ്. അത് കാഞ്ഞങ്ങാടുകാരനായാലും കേരളത്തിലെ തിരുവനന്തപുരത്തുകാരനായിരുന്നാലും ഈ റോഡ് ഉപയോഗിക്കുന്ന ഓരോരുത്തരും പ്രശ്നമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി തിന്നു കഴിഞ്ഞാൽ തൽക്കാലം ഈ ടോൾ പ്ലാസ അവസാനിപ്പിക്കാൻ സാധിക്കും. എല്ലാവരും നിൽക്കണമെന്നാണ്. കൊണ്ട് മാത്രം പണിയെടുപ്പിക്കുക, അദ്ദേഹത്തിന് മാത്രം പ്രഷർ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനല്ല. എല്ലാ MLA-മാരും ഇവിടെ വരണം. എല്ലാ ഒന്നും ഒരു ഇതില്ല, ടെക്നിക്കലി കറക്റ്റ് അല്ലേ അല്ല, ജനങ്ങൾക്ക് ഫോൾട്ട് ഉള്ള ഒരു സംഭവമാണ്. ജനങ്ങള് എത്ര ആൾ മരിച്ചു? അല്ല, അതല്ല UNCC റോഡ് ക്രോസ് ചെയ്യുമ്പോ ജനങ്ങൾ എന്ത് ചെയ്യുന്ന ചാടിയിട്ട് പോവാണ്. എത്രയോ കിലോമീറ്റർ, മനസ്സിലായില്ലേ? അപ്പൊ അത് കണ്ടെയ്നർ റോഡിന്റെ ഒരു വിഷയമാണ്. പക്ഷെ എന്നിരുന്നാലും പ്രാദേശികമായി ജനങ്ങളെ ഈ ഒരു നാട്ടിന്, ഈ ഒരു സ്ഥലത്ത് അടിസ്ഥാനപരമായ ഒരു സൗകര്യം ചെയ്യാതെയാണ് ഇവിടെ അവരങ്ങനെയാണെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായ ജനത്തിന് എല്ലാ സൗകര്യം കൊടുത്തിട്ട് വേണമായിരുന്നു.
എങ്ങനെ നോക്കിയാൽ ഡേഞ്ചർ തന്നെ അങ്ങനെ വരുമ്പോ പിന്നെ എക്സിറ്റ് ജനത്തിന് ഒരു അപകട സാധ്യത സർവീസ് റോഡിലെയും പ്രശ്നം ഭയങ്കരമാണ്. ജനത്തിന് അടിസ്ഥാനപര സൗകര്യം എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു അണ്ടർ ബ്രിഡ്ജ് കൊടുത്ത് അല്ല അതില് പിന്നെ കടവത്തിലേക്ക് പോകാൻ ഒരു റോഡ് കൊടുത്തു. ഇത് പുഴേന്റെ ഇപ്പുറമാണ്. അപ്പം ജനത്തിനെന്ത് പ്രാദേശികമായി കുമ്പള ടൗണിൽ പോകണമെന്നും കൂടി പൈസ കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ അവർക്കുള്ള പരിഹാരം പോലും ഇവർ പറയുന്നില്ല. എങ്ങനെ നിങ്ങൾ പോകുന്നുള്ള പരിഹാരം പറയുന്നില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഹൈവേയിലെ പോകുന്നവനാണ് ഈ റൂള് എടുത്തോട്ടെ. മനസ്സിലായില്ലേ? ഇത് ഈ മീൻ പിടിക്കാൻ പോകുന്നവർക്കും ആൾക്കാർക്കും പാലം മാത്രം രണ്ട് പുതിയതാക്കി. അപ്പൊ അവരുടെ പ്ലാൻ തന്നെയല്ലേ ടോളിയുടെ കൊണ്ടുവരാനേ. സാറ് പറഞ്ഞ പോലത്തെ കഥ തന്നെയാണ്. ഇത് പെർമനന്റ് അങ്ങനെയെങ്കിൽ പുത്തൂർ പാലം പഴയ പാലം പൊളിച്ചോ പുതിയ ചെയ്യണ്ടേ. ചെറിയ പാലം പൊളിച്ചിട്ടില്ല പുതിയ ചെയ്യണ്ടേ. അത് രണ്ടും പൊളിച്ചിട്ടില്ല അവർ. ഈ ജനത്തിന്റെ വിഷയം എന്ന് വെച്ചാല് ഇതൊരു കൂനുമ കുരുവാന്ന് ഇവിടെ. ഇവിടെ ടോള് വരുന്നതിനെക്കാട്ടി പ്രാഥമികമായ ഇവിടുത്തെ പ്രാദേശികമായ ജനങ്ങളെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തില്ല. ഇവിടെ MLA MP പഞ്ചായത്ത് ആൾക്കാരുടെ നിരവധി തവണ ഇവിടെ ഒരു പിന്നെ അണ്ടർ ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടില്ല. ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു. അതും കൊടുത്തിട്ടില്ല. പിന്നെ കിലോമീറ്ററോളം തിരിഞ്ഞു മറിഞ്ഞു വരണം. ഇവിടെ റേഷൻ കട ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. ഈ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ കടപ്പുറത്തെ കോസ്റ്റൽ ബെൽറ്റിലേക്ക് പോകുന്ന ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഗേറ്റ്. ആ ഗേറ്റ് സെൻട്രൽ ഗവൺമെന്റ് അത് പൂട്ടി അടച്ചപ്പോൾ റെയിൽവേ തന്നെ ഒരു റോഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആ റോഡ് തന്നെ ഇതിനകത്തേക്ക് പോയി. ഇപ്പോൾ ഹൈവേ വികസനം ആ റോഡും പോയി. ഇപ്പോൾ അവിടത്തേക്ക് ഒരു നാരോ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോട് ടാർ പോലും ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഫിഷറീസ് സ്കൂളുണ്ട്, 2 സൈഡിലും മദ്രസയും. ഈ ആലിക്കാട് കടവത്ത് പ്രശസ്തമായ ദർഗ നിലനിൽക്കുന്നത്. ഈ 2 ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്. അവർക്ക് കിലോമീറ്റർ താണ്ടി വേണം മദ്രസയിലേക്കും സ്കൂളിലേക്കും വരാൻ. റേഷൻ കട പൂട്ടി വേറൊരു ജംഗ്ഷനിലേക്ക് പോയി. അതിലൂടെ ഇവിടെ ഒരു CHC ഉണ്ട് ഗവൺമെന്റിന്റെ. ആ CHCയിലേക്കും ജനത്തിന് വരാൻ വഴിയില്ല. എത്രയോ കിലോമീറ്റർ താണ്ടണം. കാറുള്ളവനും പിന്നെ വാഹനമുള്ളവനും പോവാം. അല്ലാത്തവരാണ് ഈ ഭാഗത്ത് കുറെ ജനങ്ങളുള്ളത്. അപ്പൊ ജനത്തിന് ഇത്രയേറെ ഇരുട്ടടി കൊടുത്തിട്ട് ഇത്രയേറെ റിക്വസ്റ്റ് കൊടുത്തിട്ടും ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റിയില്ല. ആ ഇരുട്ടടീന്റെ ഒരു കൂണിന്റെ മുകളിൽ കുരു എന്ന് പറഞ്ഞ പോലെയാണ്. പ്രാദേശികമായ സപ്പോർട്ട് പിന്നെ ഇവർക്ക് കിട്ടില്ല. ഇപ്പൊ ജനം പറയുന്ന ഇപ്പൊ ഇതിലെ നടന്നു പോകാൻ ഒരു വഴിയുണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മളെന്തെങ്കിലും സമരത്തിന് പോകുന്നതെന്ന് ചോദിക്കുന്നു. മനസ്സിലായി? ഇപ്പൊ നമുക്കൊരു വഴി കിട്ടിയില്ല അപ്പുറം കടക്കാൻ എന്നാണ് ഇപ്പം ജനങ്ങൾ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ ഡെപ്തില് അറിയാതെ കൊണ്ടാണ് ഇത് കൂടി പൂട്ടിക്കണ്ട എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തില് ഇവിടെ ഇത് ഓൾഡ് റോഡാണ്. ഈ കുമ്പള ഗോപാലകൃഷ്ണ അമ്പലത്തിന്റെ അടുത്തേക്ക് പോകുന്ന റോഡ് അത് പഴയ ഓൾഡ് റോഡാണ്. അത് ടൗണാണ്. ആദ്യത്തെ ടൗണുകളിലേക്കുള്ള റോഡുകളാണ് ഈ ഓൾഡ് റോഡ് എന്ന് പറയുന്നത്. ഓൾഡ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന പോലെ ഓൾഡ് റോഡുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗത്തും പിന്നെ ഈ റോഡില് 2-3 പിന്നെ പള്ളികളുണ്ട്, ആരാധനാലയങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഹനുമാൻ ടെമ്പിൾ ഉണ്ട് ഇവിടെ. ഈ ടെമ്പിളിലേക്ക് പോകേണ്ടവർക്കും അമ്പലത്തിലേക്ക് പിന്നെ 3 മസ്ജിദിലേക്ക് പോകേണ്ടവരും 2 മദ്രസ, ഒരു സ്കൂള്, റേഷൻ കട, പിന്നെ ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ, ഇവിടെയൊക്കെ ജനങ്ങൾ നട്ടംതിരിയാണ്. നട്ടംതിരികളുടെ നടുവിലാണ് 13 എടുത്ത് കിട്ടുന്ന 13 കൊടുക്കേണ്ടത്. അയാൾക്ക് കൊടുത്തത് ലാസ്റ്റ് 31 13-31 പൈസ ഒരു മാസത്തെ പൈസ. അതുപോലെ സിസ്റ്റമിലില്ലേ അങ്ങനെയല്ലേ ഉള്ളത്. അപ്പൊ പാസ് എടുക്കുന്ന 1-ാം താരീഖിന് തന്നെ എടുക്കണം. അന്നെങ്കിൽ 30 ദിവസത്തേക്ക് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ. ഓക്കെ, നീയാണ് പുലി, നീ മാത്രമാണ് പുലി. സൊല്യൂഷൻ എന്താണ്? സമരമല്ല, എന്താണ് സൊല്യൂഷൻ? സമരമല്ല, സമരത്തിന്റെ വഴിയല്ല. പക്ഷെ പിന്നെ നമ്മളെ സംബന്ധിച്ച് 2 കാര്യമാണ്. 60 കിലോമീറ്റർ ആണെങ്കിൽ 60 കിലോമീറ്റർ വെച്ചാൽ അതിനെന്താണ് ഫൈനൽ നിയമം എല്ലാവർക്കും ഒരുപോലെ. ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമമാണ്.
ഇവിടെ മാത്രം വേറെ അതിൽ കറക്റ്റ് ഇതന്നെയല്ല ഇത് എല്ലാരും പറയുന്നത്. നാഷണൽ ഹൈവേ ഫീ റൂൾ തന്നെയാണ് ഈ 60 കിലോമീറ്റർ ഉള്ളത്. ഫൈനൽ ഇവിടുത്തെ ഇപ്പൊ എന്താണ് സൊല്യൂഷൻ? ഇവർ സമരം ചെയ്യുന്നില്ല. സൊല്യൂഷൻ എന്തറിയോ, ഒറ്റ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ, നാഷണൽ ഹൈവേ ഫീ റൂൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് പൂട്ടലാണ്. അതിനെല്ലാം എല്ലാവരും പ്രതികരിക്കുന്നത്. ഒരു ബസ് പോയത് 590 രൂപ കാരണം ഇത് കളക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് 60 കിലോമീറ്റർ ആകുമ്പോൾ ഫെരി ആ സൈഡിലല്ലേ വരേണ്ടത്. നാഷണൽ ഹൈവേന്റെ റൂളില്ല, ഇനി അതുമല്ല, നാഷണൽ ഹൈവേ ഫീ റൂളിലെ സാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന് 10 കിലോമീറ്റർ വിടണമെന്ന് പറയുന്നുണ്ട്. 8.1 ക്ലിയർ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും നെസസറി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5 കിലോമീറ്റർ എങ്കിലും വിടണമെന്ന്. ആ 5 കിലോമീറ്റർ ഇത് പാലിക്കുന്നില്ല. ഈ സമരം ആക്ച്വലി നമ്മൾ ജനാധിപത്യപരമായിട്ട് കൊണ്ടുപോകുന്ന സമരം തന്നെയാണ്, അതിലൊരു സംശയമില്ല. സമരത്തിന് ന്യായവും നീതിയും. അപ്പൊ നമ്മൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മുതലെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഈ സമരം പൊളിക്കലായിരിക്കും. നമ്മളെ ന്യായമായ അവകാശം ഇല്ലാതായിട്ട് പോകും. സോ നമ്മൾ വെൽ കൺട്രോൾ ചെയ്തിട്ട് ജനാധിപത്യപരമായിട്ട് ജനങ്ങളെ തോപ്പിച്ചിട്ട് ഇവിടെ ഒരു സംഭവം വരാൻ പോകുന്നു. ചോദ്യം ചെയ്ത് അതിന് റീപ്ലൈ ഇല്ല അവരോട്. ഞാൻ പറയട്ടെ, ഇപ്പൊ 595 രൂപ ഒരു ബസ്സിന് കൊടുക്കുന്ന പറയുമ്പോ ബുറാനായിരുന്നു സാറേ, എന്ത് പൈസയായി. കാരണം ഇപ്പോഴത്തെ സംബന്ധിച്ചിട്ട് ഓടുന്ന ബസ്സിനൊന്നും കളക്ഷൻ കിട്ടാണ്ട് ലാഭം ഇല്ലാതെ കയറ്റി വെക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. തികച്ചും അനീതി. ഇതെന്താ ഇതിലെന്തറിയോ, ഈ ടോൾ ബൂത്തുകാർക്ക് സ്വസ്ഥതയോടുകൂടി നടക്കാൻ പറ്റില്ല. കാരണം ജനം അങ്ങനെയാണുള്ളത്. ഇപ്പൊ സമരസമിതി ന്യായമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, അവിടെ സമരം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും പൊതുജനം ഉണ്ടാണ്ട് നിൽക്കലാലോ. നമ്മ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിലും ഓർ കേൾക്കല. കാരണം വൈകാരികത ഓർക്കാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ്സാകുന്ന ഓറാണ്. എല്ലാവരും കേരളത്തെയും പ്രധാനത്തിലും ജനങ്ങളോട് മടങ്ങിയത് പറയുന്നത്. ഇത് പെർമനന്റ് ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് വന്ന ഏരിയയിലാണ് അടുത്തത്. അപ്പോൾ എല്ലാവരും കാസർഗോഡ് വഴി കാഞ്ഞങ്ങാട് വഴി അവിടെ നല്ലോണം ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ കിലോമീറ്റർ കുറവാണ്. കാഞ്ഞങ്ങാട് വഴിയല്ല, ട്രക്ക് അടക്കം പോകും. അപ്പോൾ പിന്നെ അതിന് മുമ്പ് പിടിക്കാൻ പറ്റിയ ഒരു പോയിന്റ് ഇവിടുത്തുണ്ട്. പക്ഷേ ഈ നാട്ടുകാർക്ക് ഒരു കൂലിമ തിരിവാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇവിടെ. പിന്നെ ബാക്കി നോക്കാം. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എന്തായാലും ഒരു അനുകൂല പ്രതീക്ഷിക്കാം, താൽക്കാലികമാണെങ്കിൽ. അത് പറയാനാ നിങ്ങളെ നേതാവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിജുബാ ഘടകമാണ് ചേർത്ത് പിടിക്കേണ്ട എല്ലാ തരത്തിലും. ഇവിടെയാണ് സമരപ്പന്തൽ കേട്ടോ. നമ്മളെ വക്കീലുണ്ട്, അതുപോലെ ഖാദർ കരിപ്പൊടി, ജനകീയ സമരങ്ങൾ.